പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉറവാശം നിങ്ങളൊപ്പമായിരിക്കാനും കർത്താവിൻ്റെ തിരുവചനം ധ്യാനിപ്പാനും നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ഒരുക്കിയ നല്ല ദിനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും നിങ്ങളെല്ലാവരും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ കേൾക്കുകയും കാണുന്നവർക്ക് എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം, സ്നേഹവും വന്ദനവും ചൊല്ലുന്നു. നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വൻകൃപയ്ക്കായി നന്ദിയോടെ നമ്മൾ നന്ദിയോടെ ആയിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വചനധ്യാനത്തിനായിട്ട് ബുക്ക് ഓഫ് ജോയൽ ചാപ്റ്റർ 2 വേഴ്സ് 27, യോവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ 27-ാം വാക്യം. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ലെന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. എൻ്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോകും. ദൈവത്തെ അറിയുന്ന ഒരു ദൈവമക്കളും ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. നമ്മളെ നിൽക്കുമ്പോൾ തോന്നും നമ്മൾ ലജ്ജിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ കർത്താവിൻ്റെ കണ്ണുകളിൽ നമ്മൾ ഒരിക്കലും ലജ്ജിതരായി തീരുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൂതുകളാണ് യോവേൽ തൻ്റെ പ്രവചന ശബ്ദമായി നമ്മുടെ ഒന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നാം ഓർക്കേണ്ടതായ ശക്തമായ വിഷയം, ദൈവം നമ്മുടെ നടുവിലുണ്ടെങ്കിൽ നാം ചെയ്യാളികൾ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വേറെ ആരും നമ്മോട് കൂടെ ഇല്ലെങ്കിലും കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹം മാത്രമല്ലേ. ഹല്ലേലൂയ. ആരൊക്കെ ലോകത്തിൽ എല്ലാവരും നമ്മൾക്കുണ്ടായാലും നമ്മുടെ കർത്താവ് അനുകൂലമായിട്ട് നമുക്കില്ലെങ്കിൽ നമ്മൾക്കൊരു ജീവിതമില്ല. ജീവിതമില്ല. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരും നമുക്കെതിരായാലും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ടെങ്കിൽ നമുക്കെല്ലാം അനുകൂലമാണ്. നമുക്ക് ഒന്നിനും കൂട്ടി ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ആരും നമ്മോട് കൂടെ ഇല്ലെങ്കിലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹം മാത്രമല്ല, നാം ചെയ്യുന്നതൊക്കെയും സാധിക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ മാന്യത നമ്മളിലൂടെ വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിൻ്റെ ദൂത് കേൾക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നവരുടെ നടുവിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ കർത്താവ് നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ നടുവിൽ നമ്മുടെ കർത്താവുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അനുഭവിക്കുന്ന മനവേദനകളുടെ നടുവിൽ കർത്താവുണ്ട്. ഹല്ലേലൂയ. കർത്താവ് കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. എപ്പോഴും വിശ്വസിക്കണം, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട്. ഞാൻ എൻ്റെ പ്രശ്നത്തിലെ പ്രതികൂലങ്ങൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവിനോട് കൂടെയുണ്ടെന്നുള്ള ഒരു നല്ല ഉറപ്പും ധൈര്യവും എപ്പോഴും നമ്മൾക്കുണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടെ നിൽക്കുന്ന, ഹല്ലേലൂയ, കൂടെ നടക്കുന്ന, ഹല്ലേലൂയ, നടുവിലുള്ളൊരു നല്ല ദൈവത്തെ ഈ വചനം കേൾക്കുമ്പോൾ തിരിച്ചറിയുക. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന ഈ വചനം ജീവൻ്റെ വചനമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, കൂടെ നടക്കുന്ന നടുവിലുള്ള എൻ്റെ ഈ നല്ല ദൈവത്തെ ഈ വചനം കേൾക്കുമ്പോൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർ, നിങ്ങൾക്ക് വചനത്തിൽ അത്ര ആഴമില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള മെസ്സേജുകളും വചനം കേൾക്കുമ്പോൾ അത് ഏറ്റെടുത്ത്, ഹല്ലേലൂയ, ആ വചനത്തിൻ്റെ ദൂതനം തിരിച്ചറിയണം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ആലോചന പറയുവാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മൊത്തം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ വരുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് രോഗം വന്നപ്പോൾ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ രോഗം പെട്ടെന്ന് വന്നതിന് ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. എന്നാൽ ഓടി നടന്ന് എന്നെ പെട്ടെന്നൊരു രോഗം ബാധിച്ചല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അതിങ്ങനെ രോഗങ്ങളെല്ലാം കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതുമെല്ലാം തരണം ചെയ്യുമെന്ന് ചിന്തിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടുന്നവരുമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ നടുവിലുണ്ടെന്ന് വരികിലും പ്രശ്നങ്ങൾ വരാതിരിക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ ലജ്ജിപ്പിക്കാനല്ല, തകർക്കാനല്ല, ക്ഷീണിപ്പിക്കാനല്ല, ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ആ പ്രതിസന്ധികൾ കാണുവാൻ കൂടി മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ അധൈര്യപ്പെടരുത്. ഹല്ലേലൂയ. ഭാരപ്പെടരുത്. ഹല്ലേലൂയ. വിശ്വാസം ക്ഷീണിച്ചു പോകരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിറുപിറുക്കരുത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുത്ത്
കൊടുക്കാൻ പരിശുദ്ധാത്മാവെന്ന പകൽക്കാലം ഈ വചനത്തോട് നമ്മുടെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്ത് വിഷയമായിക്കൊള്ളട്ടെ, എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഹല്ലേലൂയ. നമ്മൾ തന്നെയല്ല ആ ഭാരം നമ്മുടെ ഭാരം ചുമക്കുന്നത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. സകല ഭാരവും എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തുന്ന കർത്താവിൻ്റെ വചനപ്രകാരം. നമുക്ക് പ്രതികൂലങ്ങൾ കടന്നു വരുന്നത് അത് നമ്മുടേതായിട്ടല്ല, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുമ്പോൾ ആ വിഷയം ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ആ വിഷയത്തെ നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവ് ഈ വിധത്തിൽ നമ്മൾ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവ് ഒരിക്കലും നമ്മൾ രചിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാകുന്നു? മോശയോട് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയില്ല. ഏതെങ്കിലും മറ്റുള്ള ദൈവങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാനാകുന്നവൻ ഞാനാകുന്നില്ല, ഉന്നതൻ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ ലഭിച്ച ഒരു തിരിച്ചറിവിനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. പലരും ദൈവം ഉണ്ടെന്ന് പോലും ഇല്ലെന്ന് പോലും മനസ്സിലാക്കാതെ, ആരെന്നും പോലും മനസ്സിലാക്കാതെ അറിയാതിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തെ അറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന അവസരത്തെ, കർത്താവിനെ അറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ അവസരത്തെ തന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സഭായോഗങ്ങൾക്കെല്ലാം കടന്നു പോകുമ്പോൾ കർത്താവ് സഭകളിലെ ആത്മാക്കൾ കുറവാണെങ്കിലും നമ്മൾക്കൊന്ന് നമുക്ക് ചിന്തിക്കാം, നമുക്ക് ഓർക്കാം, ഇങ്ങനൊരു ഭാഗ്യം എനിക്ക് എൻ്റെ ദൈവം തന്നല്ലോ. അനേകർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം എൻ്റെ കർത്താവിനെ ആരാധിക്കാൻ എനിക്ക് തന്നല്ലോ. അനേകർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥനയിൽ കടന്നു പോകാൻ എനിക്ക് തന്നല്ലോ. എൻ്റെ കർത്താവിനെ അറിയാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ ഓർത്ത് അതൊന്ന് കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണ്. നമ്മുടെ മിടുക്കല്ലല്ലോ. ഹല്ലേലൂയ. നമ്മുടെ മിടുക്കൊണ്ടാണ് നമ്മുടെ ദൈവം സ്നേഹിച്ചതല്ല. നമ്മുടെ കുറവുകൊണ്ട് നമ്മുടെ കർത്താവ് ദൈവം നമ്മളെ സ്നേഹിച്ചു. ദൈവത്താൽ നമ്മൾ ആകർഷിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാണ്. ആമേൻ. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഓരോ ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, ദൈവം തരുന്ന വാഗ്ദത്തമാണ് ഏറ്റവും നമ്മളോട് വായിച്ചത്. വചനത്തിൽ 27-ാം വാക്യത്തിൽ വായിച്ചത് അതെന്താണ്? എൻ്റെ ജനം ഒരു നാളും രചിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിലും ദൈവകൃപയിലും ആശ്രയിക്കുന്നുവെങ്കിൽ ആരുടെ മുമ്പിലും രചിച്ചു പോകാൻ ഇടവരില്ലെന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നമ്മൾ വചനങ്ങൾ വചനം ഏറ്റെടുക്കണം. ആ വചനം എന്നോട് ക്രിയത്തോടെ സംസാരിക്കുന്നു. ഞാൻ ആയിരിക്കുന്ന പ്രതിസന്ധികളിൽ പ്രതികൂലം എന്നോട് സംസാരിക്കുന്നുള്ള വിശ്വാസത്തോടെ ആ കൈകൾ ഉയർത്തി ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം അങ്ങനെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. ഒരു ദൈവം ഒരിക്കലും ലജ്ജിക്കാൻ അവധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആലോചന പറയുകയാണ്. ദൈവത്തിന് മഹത്വം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവപൈതൽ മറന്നു പോകരുത്. എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും ഹല്ലേലൂയ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്, ഒരു ധൈര്യം, ഹല്ലേലൂയ മാത്രമല്ല കർത്താവ് കൂടെയുണ്ട് ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മളെ തകർക്കുവാൻ നോക്കുന്നവരുടെ നടുവിൽ പോലും നമ്മൾ തല ഉയർത്തുവാൻ നമ്മുടെ കർത്താവിന് എൻ്റെ ദൈവത്തിന് കഴിയും. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ എന്നുകൂടെ പറയട്ടെ. ദൈവമേ മഹത്വം രാജാതിരാജനെ സ്തോത്രം ചെയ്യുന്നു. പ്രശ്നങ്ങൾ ജീവിതത്തിൽ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഒരു ഉറപ്പും ഹല്ലേലൂയ. ഉറപ്പ് മാത്രമല്ല കർത്താവ് കൂടെ തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഉറപ്പും തിരിച്ചറിവും ഉണ്ടാകുമ്പോൾ ഞങ്ങളെ തകർക്കാൻ നോക്കുന്നവരുടെ നടുവിൽ പോലും കർത്താവ് നമ്മുടെ തലയെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെയും നിങ്ങളുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് തകർക്കാൻ പദ്ധതി ഉണ്ടാക്കുന്നവരുടെ നടുവിൽ നമ്മുടെ തലയെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ശത്രു ഏത് തരത്തിൽ പ്രതികൂലങ്ങൾ കൊണ്ടുവന്നാലും ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മളെ ഉയർത്തുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആരൊക്കെ ലജ്ജിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിട്ടുണ്ടോ അവരുടെ എല്ലാ നടുവിൽ ഇന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയണം, ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവമക്കളെ പറയണം. ആരൊക്കെ ലജ്ജിപ്പിക്കാൻ നോക്കിക്കോട്ടെ, ആരൊക്കെ അപമാനിക്കാൻ നോക്കിക്കോട്ടെ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ വായ തുറന്ന് പറയണം, ഹല്ലേലൂയ, നടുവിൽ എൻ്റെ കർത്താവ് എന്നോട് കൂടെയുള്ളതുകൊണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ വിഷയങ്ങൾ നടുവിലുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ എൻ്റെ കർത്താവ് ഇടവരുത്തുകയില്ലെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. അത് നമ്മൾ വിളിച്ചു പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരു കാലത്തും ഞാൻ ലജ്ജിതനായി തീരുകയില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ദൈവത്തിന് എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ കർത്താവിന് ഹിതമല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതം നടക്കത്തില്ല. നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് അതെല്ലാം ഒരു ലജ്ജയായിട്ട് തോന്നും. പക്ഷേ കർത്താവിൻ്റെ കണ്ണുകൾ അത് ലജ്ജിക്കുന്നൊരു വിഷയമായിരിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കുള്ള ഒരു വിഷയം കർത്താവ് അത് നന്മയ്ക്കാക്കി അതിനെ തീർക്കും. അതിലൊരിക്കലും ലജ്ജിക്കപ്പെടാൻ കർത്താവ് ഒരിക്കലും സമ്മതിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നപ്പോൾ
ഹല്ലേലൂയ. നിന്ദിക്കപ്പെടുന്നവരുടെ നടുവിലും അവമാനിക്കുന്നവരുടെ നടുവിലും ഒക്കെ മുമ്പിലും ഒരു നാളും തല താഴ്ത്തുവാൻ നടയാകാതെ കരം പിടിച്ചുയർത്തുന്ന ഒരു നല്ല കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഈ പ്രത്യാശ നിങ്ങളിൽ ഉണ്ടാകട്ടെ, ഈ ധൈര്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ. നിങ്ങൾ ഒരുപോലെ ഒരു നാൾ ലജ്ജിച്ചു പോകരുത്. എപ്പോഴും പറയണം, ഒരു ധൈര്യം ഉറപ്പുള്ളവരായിട്ട് ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ള ധൈര്യം ഉറപ്പും എപ്പോഴും നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കുകയാണ്, എനിക്കിങ്ങനെ വന്നു അങ്ങനെ വന്നു, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ തലയുയർത്തി നടക്കും, എന്നെ അവരെന്ത് പറയുന്നൊക്കെ ചിന്തിക്കുന്ന വിഷയങ്ങൾ ഇന്ന് ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ പക്ഷേ നമ്മൾ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, നിങ്ങൾക്ക് നല്ല ധൈര്യവും നല്ല ഉറപ്പുള്ളതായിരിക്കണം. എൻ്റെ പ്രശ്നത്തിൽ എൻ്റെ കർത്താവ് അതിൻ്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ, എൻ്റെ പ്രശ്നത്തിൽ എൻ്റെ പ്രതികൂലം എൻ്റെ നടുവിലുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് വിശ്വാസം ഉണ്ടായിരുന്നിട്ട് ജീവിച്ചാൽ നമ്മൾക്ക് സമാധാനം, സന്തോഷം ഓരോ നിമിഷവും അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് പ്രതിസന്ധികളാകട്ടെ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. 34 സങ്കീർത്തനത്തിൽ 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവിടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മളെല്ലാം വിട്ട് നമ്മുടെ കർത്താവിനെ തേടി ഇറങ്ങിയെങ്കിൽ നമ്മുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പ്രത്യാശയോടെ ആയിരിക്കാനും നമ്മുടെ മുഖം പ്രകാശിതരായി തീരുവാനും കർത്താവ് ഇടയാക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നും കൂടെ പറയരുത്, നിങ്ങൾ അപമാനിക്കുന്നവർ അനേകർ കാണും, നിന്ദിക്കുന്നവർ അനേകർ കാണും, പ്രതികൂലങ്ങൾ കാണും. എന്നാൽ ഇന്ന് കർത്താവ് വായിച്ച തിരുവചന പ്രകാരം നിങ്ങൾ അതിൻ്റെ നടുവിൽ നമ്മുടെ കർത്താവ്, നമ്മുടെ ജീവിക്കുന്ന ദൈവം കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിന് മഹത്വം കരയേറ്റാണ്. ഈ കേൾപ്പിച്ച വചനത്തെ നമ്മൾക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ഒന്നും കൂടി നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാം. ഹല്ലേലൂയ. വചനം നമ്മുടെ ഒരു ഡെയിലി മന്നയാണ്. ഹല്ലേലൂയ. നമുക്ക് ഭക്ഷണമായിട്ട് നമ്മുടെ വചനമാണ് നമുക്കുള്ളത്. നമ്മുടെ വചനം വായിച്ച് ധ്യാനിച്ച് കഴിഞ്ഞാൽ, ആ വചനം ഏറ്റെടുത്താൽ, ആ വചനം നമ്മൾ ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ വചനം നമുക്ക് ശക്തി തരുന്നു, ബലം തരുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങളെ അതിന്മേൽ കർത്താവ് നമുക്ക് ജയം തരികയാണ്. എന്ന് കർത്താവ് വചനത്തിൽ വായിച്ചത് പോലെ പറയാണ്, കർത്താവ് നമ്മുടെ നടുവിൽ നമ്മൾ എപ്പോഴും ചെയ്യാളികളായിരിക്കും. നിന്ദിക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ എൻ്റെ കർത്താവ് ഒരിക്കലും സമ്മതിക്കില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് നിങ്ങൾക്ക് ഇന്ന് ഈ വായിച്ച ധ്യാനിച്ച വചനത്തുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, വിശ്വസിക്കാം. ഹല്ലേലൂയ. പറയാം, ഞാൻ ഒരിക്കലും തളർന്നു പോകുകയില്ല, ഞാൻ ഒരിക്കലും ക്ഷീണിച്ചു പോകുകയില്ല, എൻ്റെ കർത്താവ് ഒരിക്കലും രക്ഷിപ്പിക്കുകയില്ല, എൻ്റെ കർത്താവ് ഒരിക്കലും ഞാൻ അപമാനപ്പെട്ടു പോകാൻ സമ്മതിക്കുകയില്ല. എന്നെ നീക്കയുടെ പരിഹസിക്കുന്നതിന് മുമ്പിൽ എൻ്റെ കർത്താവ് കൂടെയുണ്ട്. എൻ്റെ കർത്താവ് എന്നോടൊപ്പം നടക്കുന്നു, എൻ്റെ കർത്താവിനോടൊപ്പം ഇരിക്കുന്നു, എൻ്റെ കർത്താവിനോടൊപ്പം കിടക്കുന്നു. ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ കർത്താവുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനോട് കൂടെയുണ്ടെന്നൊരു ധൈര്യം, പ്രത്യാശയും കർത്താവിന് ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ അനേകമുണ്ടല്ലോ. ആ വാഗ്ദത്ത പ്രകാരം ഓരോ വചനം നമ്മൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അതൊരു വാഗ്ദത്തമാണ്. നമ്മുടെ വചനം, കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. ഏറ്റെടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഒന്നുകൂടെ പറയട്ടെ, എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ആദ്യമായിട്ട് എന്നെ കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളോടൊന്ന് പറയട്ടെ, യേശു മാത്രം രക്ഷകനാണ്. യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. മരണം, രോഗം, അപകടം, ഈ മൂന്നും ഏത് സമയത്തും നമ്മൾ തട്ടിക്കൊണ്ടുപോകും. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഒരു ജീവിതമുണ്ട്. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി അതിനകത്ത് എത്തിച്ചാൽ യേശുവിൽ കൂടി മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ യേശു അറിയാത്തവരെങ്കിൽ യേശുവിൻ്റെ ഹൃദയം കൊടുക്കണം. നിങ്ങൾ യേശുവിൻ്റെ രക്ഷകനെ സ്വീകരിക്കണം. നിങ്ങളുടെ വായ കൊണ്ട് ഏറ്റു പറയണം, ഹൃദയത്തിൽ വിശ്വസിക്കണം. യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വചനം ഹൃദയത്തിൽ വിശ്വസിച്ച് യേശുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. അതുകൊണ്ട് യേശു മാത്രമാണ് രക്ഷകൻ. യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. യേശു മാത്രമാണ് ജീവിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഏത് പ്രദർശനങ്ങൾക്കും ഏതിനും പരിഹാരം യേശുവിൽ കൂടിയുണ്ട്. യേശുവിനെ എപ്പോൾ വിളിച്ചാൽ, ഹൃദയത്തിലേക്ക് വിളിച്ചാൽ യേശു കടന്നു വരും. ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമുക്ക് കണ്ണടയ്ക്കാം, അല്പനിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, നിമിഷത്തിൽ ഞങ്ങൾ അങ്ങ് വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു കർത്താവ് ഒരു പ്രാവശ്യം കൂടി, ഒരു അവസരം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് തന്നതിന് നന്ദിയോടെ സ്തുതിക്കുകയാണ്. അപ്പ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ കേൾപ്പിച്ച വചനത്തുമ്പിൽ കർത്താവെ എന്നെ തന്നെ
ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ് എൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ എൻ്റെ കർത്താവ് ഉള്ളതിനാൽ ഞാൻ ഒരിക്കലും ലയിച്ചു പോകുകയില്ലെന്നുള്ള ഒരു കർത്താവിന് മാറ്റമില്ലാത്തൊരു വാഗ്ദത്തം ഇന്ന് ഒരിക്കൽ കൂടി കർത്താവ് വായിച്ച് ധ്യാനിച്ച് അതിൽ ഉറയ്ക്കുവാനും ധൈര്യപ്പെടുവാനും പ്രത്യാശയുടെ ആയിരിക്കാൻ ഇടയാക്കിയതിനായി കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. അവർ ഏത് പ്രതികൂലങ്ങളായിരിക്കുന്നുവോ അവർ ലജ്ജിക്കപ്പെടുവാനോ അപമാനിക്കപ്പെടുവാനോ കർത്താവ് ഇടയാക്കരുത്. കേൾപ്പിച്ച വചനം അവർ ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ സ്തോത്രം പ്രത്യാശയോടെ ജീവിക്കാനുള്ള കൃപ ഓരോരുത്തർക്കും നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭാരതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ശുചീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലോകമെമ്പുള്ള ദൈവവേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരാർക്കും ഞങ്ങളുടെ കൃപയിൽ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തലമുറകളുടെ വിഷയത്തിൽ മേൽ കർത്താവെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന കണ്ണീരൊഴുക്കുന്ന അനേക മാതാപിതാക്കളുണ്ട്. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പല വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. കണ്ണീരൊഴുക്കുന്നവരുണ്ട്. അപ്പാ കർത്താവെ അവരുടെ പ്രാർത്ഥനയെല്ലാം കേട്ട് അവർ കർത്താവ് ദൈവം മറുപടി നൽകി കർത്താവ് ദൈവം നാമം മഹത്വപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യാണ്. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും നശിച്ചു പോകാനിടയാക്കല്ലപ്പ. തിരുവചന പ്രകാരം ജീവിപ്പാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തപ്പെടുവാൻ കർത്താവിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും മദ്യപാനത്തിലും മയക്കുമരുന്ന് അഡിക്ഷനിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗികളായിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിൽ നല്ല വിടുതൽ അവർക്ക് നൽകണമേ അപ്പാ. ഹല്ലേലൂയ. അന്ധകാരത്തിലായിരിക്കുന്നവരെ കർത്താവ് വെളിച്ചത്തിലേക്ക് നടത്തണമേ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ എൻ്റെ കർത്താവ് അങ്ങേൽ ആകർഷിക്കപ്പെടാനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ. കർത്താവ് ലോകം ഇവിടെ എല്ലാം ഉള്ള കർത്താവെ സുവിശേഷ വേലക്കാരെ ഓർക്കുകയാണ്. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. അവർ ചെയ്യുന്ന ഓർത്ത് കർത്താവരെ മാനിക്കുക. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വീഡിയോ കാണുകൾക്കും ചെയ്യുന്ന ഓരോരുത്തരുടെയും രഹസ്യമായി പരസ്യമായി പ്രാർത്ഥിക്കുന്ന സമസ്ത വിഷയങ്ങളെയും ഇന്ന് കർത്താവെ സമയം കർത്താവിൻ്റെ കർത്തവ്യത്തോടെ ഏൽപ്പിക്കുന്നു. ദൈവപ്രവൃത്തികൾ അവരെല്ലാം കാണട്ടെ. ദൈവസമാധാനം അവർ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ടതിനായ സ്തോത്രം. നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണും. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. വീണ്ടും എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജീസസ് ലവ്സ് യു. ഗോഡ് ലവ്സ് യു. ഒന്നും കൂടെ പറയട്ടെ. യേശു മാത്രം രക്ഷകൻ. യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. താങ്ക് യു.